നീ എന്തിനാടാ അവൻ നിന്നെ അടിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ പൊട്ടനെ പോലെ നിന്നത്? അവൻ പ്രസംഗിച്ചിട്ട് പോയതൊക്കെ സത്യമാണെന്നുള്ള രീതിയിലായിരുന്നല്ലോ നിന്റെ നിൽപ്പ്. അവൻ്റെ കൈ നിനക്ക് മുകളിൽ പൊങ്ങാനും മാത്രം എന്താ നീ അവനോട് ചെയ്തത്? അവൻ്റെ മുഖത്തേക്ക് നോക്കി ജിതേന്ദ്രൻ ദേഷ്യത്തോട് ചോദിച്ചു. ആ നിമിഷം അയാൾ അവനൊന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. ജയലക്ഷ്മിയുടെ മുഖത്തേക്ക് അയാളൊന്ന് നോക്കി. കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോവുകയാണല്ലോ ഏട്ടാ. നമ്മൾ ഇത്രയുമൊക്കെ ചെയ്തത് വെറുതെ ആയി പോകുമോ? അങ്ങനെ വെറുതെ അവസാനിപ്പിക്കാൻ തയ്യാറല്ലെങ്കിലോ? ജിതേന്ദ്രൻ പറഞ്ഞു. നിന്നെ അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് തന്നെ പല കാര്യങ്ങളും ഞാൻ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ്. അപ്പം അതിനിടയിലേക്ക് ഒരു പേര് ചെറുക്കം വന്നാൽ അവനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇപ്പം പന്ത് അവൻ്റെ കോർട്ടിലാണ്. അവൻ അത് വെച്ച് കളിക്കട്ടെ. ആ പന്ത് എന്നും അവൻ്റെ കോർട്ടിൽ തന്നെ നിൽക്കില്ല. നാളെ അത് നമ്മുടെ കയ്യിലും എത്തും. അപ്പം നമ്മളത് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. അതിലാണ് നമ്മുടെ മിടുക്ക്. അയാൾ കൗശലത്തോടെ പറഞ്ഞപ്പോൾ ഒരല്പം ആത്മവിശ്വാസം തോന്നിയിരുന്നുവെങ്കിൽ പോലും എബി നിസ്സാരക്കാരനല്ല എന്ന് ചെറിയ സമയം കൊണ്ട് തന്നെ മനസ്സിലാക്കി എടുത്തിരുന്നു ജയലക്ഷ്മി. ജിതേന്ദ്രനും ജയദേവനും അവരോട് യാത്ര പറഞ്ഞു പോയതിനു ശേഷം ജയലക്ഷ്മി നേരെ പോയത് നരേന്ദ്രനെ കാണാനാണ്. അയാളെ കണ്ടപ്പോൾ ഒരു നിമിഷം അവർക്ക് ദേഷ്യമാണ് തോന്നിയത്. മകൾക്ക് മൗനസമ്മതവും കൊടുത്തിട്ട് വന്നിരിക്കുന്ന ഇരിപ്പ്. അവർ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അയാളുടെ അടുത്തേക്ക് നടന്നു. നരേട്ടാ, അവർ വിളിച്ചതും പെട്ടെന്ന് അയാൾ അവരുടെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ മൗനമായി ഇരുന്നാൽ എന്താ ചെയ്യുന്നത്? ഏതോ ഒരുത്തനെയും വിളിച്ചുകൊണ്ട് അവൾ ഇവിടെ വന്ന് താമസം ആരംഭിച്ചാൽ അത് കണ്ട് മിണ്ടാതിരിക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയില്ലേ? അവളെയും അവനെയും ഒരു പൂച്ച കുഞ്ഞിനെ പോലെ ഇവിടെ നിന്നും തൂക്കിയെറിയാൻ നിങ്ങൾക്ക് കഴിവില്ലേ? ദേഷ്യത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു. ഞാൻ വല്ലാതെ ഡിസ്റ്റർബ് ആയിരിക്കുകയാണ്. നീ വെറുതെ എന്നോട് വഴക്കിന് വരാതെ കുറച്ച് സമയം എന്നെ ഒറ്റയ്ക്ക് വിട്. അയാൾ അവരുടെ മുഖത്തേക്ക് നോക്കി. അത് പറഞ്ഞതും ദേഷ്യത്തോടെ നോക്കി ജയലക്ഷ്മി അയാളെ. ഏതോ ഒരുത്തൻ വന്നു കയറി അവൾക്കാണ് ഇവിടെ എന്നേക്കാളും അധികാരമെന്ന് പറഞ്ഞപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതെ അതും കേട്ടുകൊണ്ട് നിന്നു. തനിക്ക് എന്തെങ്കിലും തിരിച്ചു മറുപടി പറയാൻ പറ്റുമോ? നിങ്ങൾ പിന്നെ എന്തിനാ എന്നെ വിവാഹം കഴിച്ചത്? ഇവിടേക്ക് കൊണ്ടുവന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ കെട്ടിപ്പിടിച്ച് ജീവിച്ചാൽ പോരായിരുന്നോ? ഇപ്പം എൻ്റെ ജീവിതവും കളഞ്ഞ് മറ്റുള്ളവർക്ക് മുൻപിൽ എന്നെ ഒരു പരിഹാസ പാത്രമാക്കി നിർത്താൻ ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ദേഷ്യത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ജയലക്ഷ്മി ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. രണ്ടാമതൊരു വിവാഹം കഴിച്ചതാണ് എല്ലാത്തിൻ്റെയും കാരണമെന്ന് അയാൾ അപ്പോൾ ചിന്തിക്കുകയായിരുന്നു. നിലയ്ക്ക് താൻ അന്യനായ കാരണവും അതുതന്നെയാണ്. ജയലക്ഷ്മിക്ക് ഞാൻ ശത്രുവായതും അതേ കാരണത്താലാണ്. ഏതൊരു നിമിഷത്തിലാണ് മറ്റൊരു വിവാഹത്തിലേക്ക് പോകാൻ തോന്നിയതെന്ന് ആ നിമിഷം അയാൾ ഓർമ്മിച്ചു. ആ നിമിഷത്തെ അയാൾ സ്വയം പഴിക്കുകയും ചെയ്തു. ഒന്നും മിണ്ടാതെ അയാൾ പുറത്തിറങ്ങി ഗസ്റ്റ് റൂമിലേക്ക് കയറുന്നത് കണ്ടു. ഇനി അയാൾ അതിനകത്ത് തീരുന്നത് വരെ മദ്യപിക്കുമെന്ന് ഉറപ്പായിരുന്നു അവർക്ക്. മനസ്സ് അസ്വസ്ഥമാകുന്ന സമയങ്ങളിൽ അയാൾ സ്ഥിരമായി ചെയ്തു പോകുന്നതാണത്. ദേഷ്യത്തോടെ അവർ കട്ടിലേക്കിരുന്നു. എബി കിടുക്കൻ പെർഫോമൻസ് ആയിരുന്നു. മുറിയിലേക്ക് വന്ന എബിയെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ടാണ് നീലിയ പറഞ്ഞത്. ഒരു നിമിഷം അവളുടെ പ്രവൃത്തിയിൽ അവനൊന്ന് അമ്പരന്ന് പോയിരുന്നു. അവരുടെ മുൻപിൽ ഇങ്ങനെയൊരു പെർഫോമൻസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താണെങ്കിലും കലക്കി. ഇവിടേക്ക് വരുമ്പോൾ പോലും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഇവരെയൊക്കെ ഡീൽ ചെയ്യുന്നതെന്ന്. എബി അത് ഏതായാലും നന്നായി ചെയ്തു. എനിക്ക് എന്ത് സന്തോഷമായി എന്നറിയോ? എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും സന്തോഷിച്ചിട്ടില്ല. ആ പൂതനയുടെ മുൻപിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ജയിക്കാൻ പറ്റിയല്ലോ. അവൻ്റെ താടിയിൽ പിടിച്ച് കൊച്ചുകുട്ടികളെ പോലെ കൊഞ്ചിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടെ അവൾ പറഞ്ഞപ്പോൾ അവൻ ഭംഗിയായി ഒന്ന് ചിരിച്ചു. ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ ഇങ്ങനെ ഇടയ്ക്ക് ചാടി കയറി വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ നേരത്തെ ഒന്ന് പറയണം. ഞാനൊരു മനുഷ്യനല്ലേ? പെട്ടെന്നുള്ള നിൻ്റെ സ്നേഹപ്രകടനത്തിൽ എന്നിലും ചില വികാരങ്ങളൊക്കെ ഉണരും. പിന്നെ ഞാൻ പറഞ്ഞില്ല കേടില്ല എന്നൊന്നും പറയരുത്. അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി തുടങ്ങിയ എബിയുടെ ഡബിൾ മീനിങ് കോമഡികൾ. അവൾ പറഞ്ഞു, ഇതിലെവിടെയാണ് ഈ ഡബിൾ മീനിങ്? ഇതിനൊറ്റ മീനിങ്ങേ ഉള്ളൂ. നീ ഇങ്ങനെ ചാടിക്കയറി നെഞ്ചത്തോട്ട് വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല.
അവളെ അടിമുടിയൊന്ന് നോക്കി അവൻ പറഞ്ഞതും അവൾ അവനെ കൈകൊണ്ട് ഇടിക്കാൻ തുടങ്ങി. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ഇടിയൊക്കെ തടുക്കാൻ തുടങ്ങി. അവൾ അപ്പോഴേക്കും വേദനിപ്പിച്ചവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് അവളെ ലോക്ക് ചെയ്ത് തന്നിലേക്ക് അടുപ്പിച്ചു. അവളുടെ കണ്ണിലേക്ക് നോക്കി. ഒരു നിമിഷം പറയാതെ പോയ പ്രണയം രണ്ടുപേരുടെയും മിഴികളിൽ തിളങ്ങുന്നത് പോലെ അവന് തോന്നി. അവൻ്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു. ശരിക്കും ഹാപ്പിയാണോ? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. ശരിക്കും ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി. എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളാണ് എബി അവിടെ പറഞ്ഞത്. പലപ്പോഴും ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും എബി അവിടെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എബിക്കൊരു സമ്മാനം തരണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആണോ? എങ്കിൽ തായോ. അവളുടെ മുഖത്തേക്ക് നോക്കി ഏറെ കാതരമായ ഭാവത്തിൽ അവൻ പറഞ്ഞു. എന്ത് സമ്മാനം വേണം? എബി പറയുന്നത് എന്ത് ഞാൻ തന്നിരിക്കും. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു. ഉറപ്പാണോ? അവൾക്കരികിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഉറപ്പ്. അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എങ്കിൽ എനിക്ക്. അവൾക്കരികിലേക്ക് കുറച്ചും കൂടി നീങ്ങി വന്ന് അവളുടെ ചുണ്ടുകളുടെ തൊട്ടടുത്തായി മുഖം ചേർത്ത് അവൻ പറയാൻ ഒരുങ്ങി. എനിക്ക്. ഒരു നിമിഷം അവളിൽ ഒരു പിടച്ചിൽ അനുഭവപ്പെട്ടു. അവൻ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്നൊരു ഭാവം അവളിൽ നിറഞ്ഞു നിന്നു. അവളുടെ ചുണ്ടുകൾ വിറച്ചു, അതിൽ വിയർപ്പ് പൊടിഞ്ഞു. അത് കാണി അവനിൽ ഒരു കുസൃതി നിറഞ്ഞു. അവൻ അവളുടെ പരിഭ്രമവും കിടപ്പും ഒക്കെ ആസ്വദിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് അവളുടെ ചുണ്ടുകൾക്കരികിലേക്ക് അവൻ മുഖം ചേർത്തു. ഒരു മാത്രം അവളുടെ കൂവളമിഴികൾ കൂമ്പി അടഞ്ഞു പോയിരുന്നു. കുറേ സമയം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടിട്ടും അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു. എബിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചെറിയ ചിരിയോടെ കീഴ്ചുണ്ട് കടിച്ച് കൈ കെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൾക്ക് വല്ലാത്തൊരു നാണവും ചമ്മലും ഒക്കെ തോന്നി. അവൾ പെട്ടെന്ന് അവനെ ഒന്ന് നോക്കി ചിരിച്ചു. മോൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നോ? ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അവൾ ചുമല് കൂച്ചി ഇല്ലെന്ന് കാണിച്ചു. പിന്നെ കണ്ണടച്ചത് എന്തിനാ? അവൻ വിടാൻ ഭാവമില്ല. അവൾക്ക് വല്ലാത്ത നാണക്കേട് തോന്നി. അത് പെട്ടെന്ന് കണ്ണിലെന്തോ പോയപ്പോൾ. കണ്ണിലെന്തു പോയി? അവൻ വീണ്ടും ചോദിച്ചു. ഒന്ന് ചുമ്മാ ഇരിക്കേ ബി. അതും പറഞ്ഞവൾ തിരികെ പോകാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ പിടുത്തമിട്ടു അവൻ. ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇത്രയും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനടുത്ത് നിൽക്കുമ്പോൾ നിനക്കിടയ്ക്കൊക്കെ കൺട്രോൾ തെറ്റിപ്പോകുന്നുണ്ട് അല്ലേ മോളെ? അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു പ്രത്യേക താളത്തിൽ അവൻ ചോദിച്ചതും അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവൾ. ഇത്രയും സുന്ദരിയായ പെണ്ണടുത്ത് നിൽക്കുമ്പോൾ കൺട്രോൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. അവൾ ഒട്ടും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാതെ പറഞ്ഞപ്പോൾ അവൻ ചിരിയോടെ മേൽമീശ കടിച്ചൊന്ന് തലയാട്ടി. മോളെ നിലേ, നിന്റെ ചാട്ടമൊക്കെ എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അവനൊരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പടാ. അവൾ അവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അലമാരയിൽ നിന്നും ഡ്രസ്സ് എടുക്കാനായി പോയി. അവൻ നേരെ നിലക്കണ്ണാടിൻ്റെ മുൻപിൽ നിന്ന് ചീപ്പെടുത്ത മുടിയൊന്ന് ചീവി. അങ്ങനെ ചീവിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നരേന്ദ്രൻ മുറിയിലേക്ക് വരാനായി നിൽക്കുന്ന അവൻ കണ്ടത്. അത് കണ്ടതും അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുന്ന നിലയെ ചേർത്ത് പിടിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ അമ്പരന്ന് പോയിരുന്നു. എബി എന്തായി കാണിക്കുന്നേ? വിട്. അവൾ അവനെ അകറ്റാൻ ശ്രമിക്കും തോറും അവൻ അവളെ കൂടുതൽ മുറുക്കി കെട്ടിപ്പിടിച്ചു. ശേഷം അവളുടെ ചെവിയിലായി പറഞ്ഞു. നിന്റെ ഡാഡി വരുന്നുണ്ട്, മര്യാദയ്ക്ക് നിൽക്ക്. അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവിടേക്ക് നോക്കിയപ്പോൾ വാതിലിനരികിൽ വന്നല്ലോ എന്ന രീതിയിൽ ചമ്മി നിൽക്കുന്ന ഡാഡിയാണ് കണ്ടത്. പെട്ടെന്ന് അവൾ അല്പം ദേഷ്യത്തിൽ എബിയെ നോക്കി. അവൻ അരികിൽ നിന്ന് മാറി. നില, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വാതിലിൻ്റെ അവിടെ നിന്നും അപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഡാഡി പറഞ്ഞപ്പോൾ ആ നിൽപ്പ് കണ്ട് അവൾക്ക് ചമ്മൽ തോന്നി. എബി അവിടെ ഒരു കൂസലുമില്ലാതെ നിൽക്കുകയാണ്. സോറി ഡാഡി, ഞങ്ങൾ കണ്ടില്ല ഡാഡിയെ. അതെങ്ങനെയാ? ഇവളോടുള്ള സ്നേഹത്തിനിടയിൽ ഡോർ ലോക്ക് ചെയ്യാൻ ഞാൻ മറന്നുപോയി. ഒരു പ്രത്യേക താളത്തിൽ കാലുകൊണ്ട് താഴെ ചിത്രമൊക്കെ വരച്ചു പറയുന്ന എബിയെ അവൾ പോലും അമ്പരന്ന് നോക്കിപ്പോയിരുന്നു. നരേന്ദ്രനാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. അയാളുടെ മുഖം കണ്ടപ്പോൾ നിലയ്ക്ക് ചിരിയാണ് വന്നത്. എന്താ ഡാഡി? അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നിനക്ക് വരാൻ പറ്റുമെങ്കിൽ ബാൽക്കണിയിലേക്ക് വാ, എനിക്ക് സംസാരിക്കാനുണ്ട് നിന്നോട് ഒറ്റയ്ക്ക്. അയാൾ അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോയപ്പോൾ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എബിക്ക് എന്തിൻ്റെ അസുഖമാണ്? ഡാഡി എന്തു വിചാരിച്ചു കാണും? എടി, നിന്റെ ഡാഡിക്ക് എന്തോ ഒരു സംശയമുണ്ട്. ഇല്ലെങ്കിൽ ആ പൂതനയുണ്ടല്ലോ, അവരാ സംശയം ഏകദേശം പൂർണ്ണമാക്കി കൊടുക്കും. അതിനു മുമ്പ് നമ്മൾ ഒറിജിനാലിറ്റി കാണിച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ടൊരു ഒറിജിനൽ ഫീല് വരണം.
സാധാരണ കല്യാണം കഴിയുന്ന കപ്പിൾസിൻ്റെ റൂമിലേക്ക് മാതാപിതാക്കൾ വരുമ്പോൾ ഇത്തരം കലാപരിപാടികളൊക്കെ കാണുന്നതാണല്ലോ. അതുകൊണ്ടൊരു ഒറിജിനാലിറ്റി വരുത്തിയത്. പറഞ്ഞപ്പോൾ അവൾ അവനെ ഒന്ന് അടിമുടി നോക്കി. വല്ലാത്ത അഭിനയം തന്നെ. ഒരു ഭരത് അവാർഡ് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നല്ലോ. അവനെ നോക്കി അവൾ പറഞ്ഞപ്പോൾ ഇതൊക്കെ എന്തെന്ന അർത്ഥത്തിൽ അവനൊന്ന് ഷർട്ടിൻ്റെ കോളർ പൊക്കി. കിട്ടിയ അവസരത്തിൽ നന്നായി മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലേ? അവൾ അവനെ നോക്കി ചോദിച്ചു. ആരടി മുതലാക്കാൻ ശ്രമിച്ചത്? അവൻ അവൾക്ക് അരികിലേക്ക് വന്ന് അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു. അത്രയും അടുത്തവൻ നിന്നതും പെട്ടെന്ന് നിലയൊന്ന് പകച്ചുപോയി. പിന്നില്ലാതെ കയറി കെട്ടിപ്പിടിച്ച സമയത്ത് എൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെ പിടിച്ചു ഞെക്കിയിരുന്നു. അത് നിനക്ക് ടൈമിങ് തെറ്റിയതാ, അല്ലാതെ എൻ്റെ പ്രശ്നമല്ല, എബി പറഞ്ഞു. അല്ലാതെ മനഃപൂർവ്വം ചെയ്തല്ല അല്ലേ? അവൾ അവനെ ഒന്നുകൂടി കൂർപ്പിച്ചു നോക്കി. മനഃപൂർവ്വം ചെയ്യാനാണെങ്കിൽ ഞാനിങ്ങനെ വിരൽ ഞൊടിച്ച് വിളിച്ചാൽ മതിയല്ലോ, നീ വരില്ലേ? എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്നോടൊരു ചാട്ടം ഉണ്ടെന്ന്. ഞാൻ എക്സ്ട്രാ ഡീസൻ്റ് ആയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. വേറെ വല്ലവരുമായിരുന്നെങ്കിൽ മോളിപ്പോൾ ലാക്ടോജൻ കലക്കിക്കൊണ്ട് ഇവിടെ ഇരുന്നേനെ. അത്രയും പറഞ്ഞവൻ ബാത്റൂമിനുള്ളിലേക്ക് കയറിപ്പോയപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായത്. അവൾ പോലും അറിയാതെ അവളുടെ ചുടിയിൽ ഒരു നിമിഷം ഒരു ചിരി വന്നിരുന്നു. ശേഷം ഡാഡിയെ കാണുവാൻ വേണ്ടി അവൾ പുറത്തേക്ക് പോയി. അവൾ ചെല്ലുമ്പോൾ ബാൽക്കണിയിൽ അവളെ നോക്കി നിൽക്കുകയാണ് നരേന്ദ്രൻ. സിഗരറ്റ് വലിക്കുന്നുണ്ട്. വല്ലാത്ത ദേഷ്യം വരുമ്പോഴും ടെൻഷൻ വരുമ്പോഴും അയാളിങ്ങനെ സിഗരറ്റ് വലിച്ച് തള്ളാറുള്ളതാണ്. ഒരു പഫിൽ തന്നെ 2-3 പുകച്ചുരുളുകൾ പോകുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ അയാൾ വല്ലാത്ത അസ്വസ്ഥനാണെന്ന് അവൾക്ക് മനസ്സിലായി. ഡാഡി, അവൾ വിളിച്ചതും അയാൾ രൂക്ഷമായ രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തുകൊണ്ടോ അയാളുടെ നോട്ടത്തെ നേരിടാൻ നിലയ്ക്കായിരുന്നില്ല. എത്ര ധൈര്യം സംഭരിച്ചു എന്ന് പറഞ്ഞാലും അച്ഛൻ എന്നും അച്ഛൻ തന്നെയാണ്. അമ്മയില്ലാത്ത തനിക്ക് എല്ലാം അച്ഛനായിരുന്നു. അച്ഛൻ തൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചാൽ തൻ്റെ ഉള്ളിലുള്ള കള്ളത്തരം മുഴുവനും താൻ പറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ അയാളുടെ കണ്ണിൽ നോക്കാതെ നിൽക്കാനാണ് അവൾ ശ്രമിച്ചത്. അയാളാവട്ടെ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. ആരോടോ ഉള്ള വാശി തീർക്കാനാ നീ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? എന്നോടോ? ദേഷ്യത്തോടെ അയാൾ ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. തുടരും. അടുത്ത ഭാഗത്തിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നാളെ ഹൃദയദൂരം ഇടാട്ടോ.